തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വീണ്ടും പ്രവർത്തനം തുടങ്ങി. ഭാഗികമായാണ് ഇന്ന് പ്രവർത്തനം തുടങ്ങിയത്. ഈ മാസം 27 മുതൽ കൂടുതൽ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മീഡിയ വണ്ണോട് പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഗ്രൗണ്ട് ഫ്ലോർ, ഒന്നാം നില എന്നിവയാണ് ഇന്ന് പ്രവർത്തനം തുടങ്ങിയത്. ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പൊതുമരാമത്ത് വിഭാഗം എന്നിവർ ചേർന്ന സമിതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടത്തിലെ സേവനങ്ങൾ വീണ്ടും ആരംഭിച്ചത്. MRI, CT സ്കാൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി 2 സെറ്റ് ഓഫ് ഡ്യൂട്ടി ആൾക്കാരുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 മണി മുതൽ ഇവിടെയും നമ്മൾ സേവനം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 4 മണിയോട് കൂടിയിട്ട് ഈ PMSSY ആണ് നമ്മുടെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഏരിയ. ഈ മാസം 27 മുതൽ കെട്ടിടത്തിലെ 2, 3, 4 നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി, തീവ്രപരിചരണ വിഭാഗവും തുറന്ന് പ്രവർത്തിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ബാക്കിയുള്ള വാർഡ്സ്, അതായത് 2-ാം നില, 3-ാം നില, 4-ാം നിലയുള്ള വാർഡ്സുകൾ, കാരണം ഗ്രൗണ്ട് 0+4 ആണ്, ഇൻക്ലൂഡിങ് ന്യൂറോ സർജറി ICU. വെഡ്നസ്ഡേ 27ലേക്ക് നമ്മളത് ഷിഫ്റ്റ് ചെയ്യും. കഴിഞ്ഞ മെയ്യിൽ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ MRI റൂമിൽ പുക ഉയർന്നതിനെ തുടർന്നാണ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലെ അപാകത വിലയിരുത്തി കെട്ടിടം അടച്ചിട്ടത്. ഇവിടെയുള്ള സേവനങ്ങൾ ആശുപത്രിയിലെ മറ്റ് ബ്ലോക്കുകളിലേക്കായി താൽക്കാലികമായി മാറ്റിക്രമീകരിച്ചിരുന്നു. മീഡിയ 1, കോഴിക്കോട്.